ചിത്രകലയിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേരെങ്കിലും ഭയങ്കര ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി പടം വരയ്ക്കായിരിക്കും. അങ്ങനെ പടം വരയ്ക്കായിരിക്കുന്നവർ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അത്തരത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടാതെയാണ് പടം വരയ്ക്കാൻ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു യാത്ര പോകാമെന്ന് വിചാരിച്ചോ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുറേ ദൂരെയായിട്ട് നിങ്ങൾ ഒരുപാട് കാണാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം, അവിടേക്കാണ് നിങ്ങൾ പോകുന്നത്. അത് അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണെന്ന് നിങ്ങൾക്കറിയാം. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടുമെന്നറിയാം. പക്ഷേ യാത്ര തുടങ്ങിയ സമയം മുതലേ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ മറ്റുള്ള ടെൻഷൻ. ആ യാത്ര കറക്റ്റായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ, യാത്ര ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോകുമോ, കൂടാതെ നിങ്ങൾ മറ്റുള്ള ചിന്തകൾ കാരണം ആ യാത്രയിലെ ഓരോ സ്റ്റെപ്പും അതിൽ കടന്നു പോകുന്ന ഓരോ വഴികളും ഓരോ കാഴ്ചകളും നിങ്ങൾ കാണുന്നത് പോലുമില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് ആ ഡെസ്റ്റിനേഷൻ എത്തുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. ആൻഡ് അവിടെ എത്തുമോ എന്നുള്ള ചിന്ത പോലും നിങ്ങളെ വളരെ കുഴപ്പത്തിലാക്കുന്നു, നിങ്ങൾ വളരെ ടെൻസ്ഡ് ആക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫൈനലി നിങ്ങൾ ആ മനോഹരമായിട്ടുള്ള സ്ഥലത്തെത്തിയാൽ പോലും ആ യാത്ര നിങ്ങൾക്ക് ടോട്ടലി നോക്കുന്ന സമയത്ത് റിസൾട്ട് കിട്ടാത്തൊരു യാത്രയായിട്ട് മാറും അല്ലേ? അങ്ങനെ തന്നെയാണ് നമ്മുടെ ഓരോ ആർട്ട് വർക്കും, ഓരോ ആർട്ട് മേക്കിംഗ് പ്രോസസ്സും ഓരോ യാത്രകളാണ്. അത് ഫൈനൽ സ്ഥലത്ത് എത്തുന്നതിൻ്റെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഒപ്പം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ സമയവും. അതിനെയാണ് ആർട്ട് മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് എൻജോയ് ചെയ്യുക. നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിളിൽ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് വഴിയിൽ ഇടയ്ക്ക് വെച്ച് നിർത്തി ചിലപ്പോൾ ഒരു ചായ കുടിക്കും, അല്ലെങ്കിൽ വഴിയിൽ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഉണ്ടായാൽ ചിലപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. ഒരുപാട് പുതിയ പുതിയ ആൾക്കാർ നമ്മൾ പരിചയപ്പെടും, അവരുമായിട്ട് നമ്മൾ സംസാരിക്കും. ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും അല്ലേ? അതുപോലെ തന്നെ ഒരു ആർട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് ഫൈനൽ പ്രൊഡക്റ്റ് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ ഓരോ മൊമെൻറ്റും നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അത് പറ്റിയില്ലെങ്കിൽ ഫൈനലി ആർട്ട് വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, ആർട്ട് വർക്ക് മികച്ചതായിട്ട് നമുക്ക് തോന്നില്ല. അപ്പോൾ എൻ്റെ ഒരു സജഷൻ, നിങ്ങൾ നെക്സ്റ്റ് ടൈം നല്ല ഒരു ആർട്ട് വർക്ക് ചെയ്യാനായിട്ട് സമയം മാറ്റി വയ്ക്കാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു യാത്രയെക്കുറിച്ച് ചിന്തിക്കുക. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.